നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ അയൺ ബോക്സ് ഉപയോഗിച്ച് അയൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വയറ് കരിഞ്ഞ മണം പോലെ വന്നു. അപ്പോൾ തന്നെ ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിച്ചതെന്ന് ഇതൊന്ന് തുറന്നു നോക്കാം. അതുമാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം. ആദ്യം നമുക്ക് ഈ പിൻഭാഗമാണ് തുറക്കേണ്ടത്. അതിന് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഇട്ടൊന്നും കുത്തി തുറക്കരുത്. കാരണം ഇതിനൊരു സ്ക്രൂ ഉണ്ട്. അത് ഈ പിൻവശത്ത് ഈ സ്റ്റിക്കർ കണ്ടില്ലേ, ആ സ്റ്റിക്കറിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ക്രൂ ഇരിക്കുന്നത്. ഈ ഭാഗത്തായിരിക്കും സ്ക്രൂ. സ്റ്റിക്കറൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ട, നമുക്ക് ഈ സ്ക്രൂ ആണ് ആദ്യം അഴിക്കണ്ടേ. ഒന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇത് അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് വയറൊന്നും കരുതിയതായിട്ടൊന്നും കാണാനില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലായിരിക്കണം എന്തെങ്കിലും പ്രശ്നം. ഇതാണ് ഇവിടെ നമ്മൾ വയർ കണക്ട് ചെയ്യണ സ്ഥലം. അപ്പോൾ അത് വലിയ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ആ കാണുന്ന 2 സ്ക്രൂ ഉണ്ടല്ലോ, അതാദ്യം ഒന്ന് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് കഴിക്കേണ്ടത് ഹാൻഡിലാണ്, ആ പിടിക്കുന്ന മുകൾ വശം, ഈ ഭാഗം. അപ്പം അതിന് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ലോക്ക് പോലെയാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു ലോക്കാണ്. ആ ലോക്ക് നമുക്ക് പതുക്കെ തെക്കി മുകളിലേക്ക് പൊക്കി കൊടുക്കാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് തന്നെ അഴിഞ്ഞു വന്നോളൂ. അത് അഴിച്ച് കിട്ടിയാലേ നമുക്ക് അടുത്ത സ്ക്രൂ അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്കിനി അഴിക്കാനുള്ള അടുത്ത സ്ക്രൂ. ഇത് നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മളത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ മാറ്റി നോക്കാം. ഇത് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. LED ബൾബ് ഉണ്ട്, അതുപോലെ തന്നെ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതേ കാണുന്ന 2 സ്ക്രൂ ഉണ്ട്. നമുക്ക് അതുകൂടി അഴിച്ച് മാറ്റണം. കാരണം വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇവിടെ കാണാനില്ല. അതുകൂടി അഴിച്ചാൽ എന്താണ് യഥാർത്ഥ കംപ്ലൈൻ്റ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പവർ സപ്ലൈ വയറുകൾ അഴിച്ച് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ LED ബൾബ് നമുക്ക് ഈ ഹോളിൽ കൂടെ പതുക്കെ പുറത്തേക്ക് എടുക്കണം. എന്നാലേ നമുക്ക് ഈ കവറ് പൊക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്താണ് കംപ്ലൈൻ്റ് എന്ന്. ഇതാണ് എൻ്റെ ഉള്ളിലെ അവസ്ഥ. നിങ്ങളൊരു സാധനം കണ്ട, ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഇത് കണ്ട, ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു പല്ലിയാണ്. ഈ പല്ലി കയറിയിരുന്നാണ് നമുക്ക് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. കുറച്ച് നാളെ കയറി ഇരിക്കണമെന്ന് തോന്നാ. കണ്ട, പല്ലി കയറി ചത്തിരിക്കുന്നതാണ്. ഷോക്കായി. നമ്മളതിനെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലത്തെ ഈ വാഷ് ഇട്ട് കൊടുക്കണം. ഇതാണ് ആ പ്ലാസ്റ്റിക്കിനെ ഇതിൽ നിന്നും ഉയർത്തി നിർത്താൻ സഹായിക്കുന്നത്. ആ ഗ്യാപ്പിലൂടെയാണ് നമ്മുടെ പല്ലി ഇതിൻ്റെ അകത്തേക്ക് കയറിയത്. നമുക്കിതിൻ്റെ കവറുകളെല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാം.
ഈ ഭാഗത്തിൽ കൂടെ ആയിരിക്കണം പല്ലി അകത്ത് കയറാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന വാഷാണ്. ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ സ്ക്രൂ ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് അല്പം ടൈറ്റ് ചെയ്ത് കൊടുക്കണം. പൂർണ്ണമായിട്ട് ടൈറ്റ് ചെയ്യരുത്, നമുക്ക് വയർ കയറ്റാനുള്ളതാണ്. പതുക്കെ 30% ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വയറുകൾ ഓരോന്നായി കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് സ്ക്രൂ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറും കൂടി ഇതുപോലെ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് ഇങ്ങനെ സ്ക്രൂ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നമുക്ക് ഇതുപോലെ ഒരു വെള്ളം തളിച്ച് നോക്കാം. വേറെ സ്മെല്ലൊന്നും വരുന്നില്ല. അപ്പം ആ പല്ലി ചത്തേൻ്റെ തന്നെ ആയിരുന്നു. കാരണം നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്, നല്ല രീതിയിൽ ചൂട് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.